ഒരു വശത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ മറ്റൊരു വശത്ത് നാളി പടരുന്ന തീയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് തീ ആരംഭിച്ചത്. വൈകിട്ട് 5:10 കൂടിയാണ് കോഴിക്കോട് മാവൂർ റോഡിലുള്ള മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന് തീപിടിച്ചത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയ്ക്കാണ് വൈകിട്ട് 5 മണിയോടുകൂടി 5:10 കൃത്യമായി പറയുകയാണെങ്കിൽ 5:10 തീപിടുത്തം ഉണ്ടായത്. അത് നിയന്ത്രിക്കാനുള്ള ശ്രമം ഉണ്ടായി. ചില പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും തീ നിയന്ത്രിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത 2.5 മണിക്കൂറാണ് കടന്നു പോകുന്നത്. ആ കെട്ടിടം അപ്പാടെ നിന്ന് ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആളപായം ഉണ്ടായില്ല. ആളുകൾക്ക് പൊള്ളലേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് എല്ലാ നിലകളിലേക്കും തീ പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പുറത്തേക്കുള്ള കെട്ടിടങ്ങളിലേക്ക്, താഴെ വശത്തുള്ള കെട്ടിടങ്ങളിലേക്ക് ഒക്കെ, ഷട്ടർ റൂമുകളിലേക്കൊക്കെ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2.5 മണിക്കൂറായിട്ടും അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.